നെന്മാറ ഗംഗോത്രി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ UKG വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറമണി നടത്തി. വിദ്യാപ്രദാനം 2026 എന്ന പേരിലാണ് സ്കൂൾ ക്യാമ്പസിൽ പരിപാടി സംഘടിപ്പിച്ചത്. മലപ്പുറം പോട്ടൂർ മോഡേൺ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുഭാഷ് അമ്പാടി അനുഗ്രഹ പ്രഭാഷണം നടത്തി. 10 കോഴിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ആ ചിറകിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടക്കി പിടിച്ചായിരിക്കും തുടക്കത്തിലുണ്ടാവുക. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ചിറകിൻ്റെ അടിയിൽ നിന്ന് അമ്മ കോഴിക്കുട്ടികളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരും. ഒരു മണി അരി കിട്ടിക്കഴിഞ്ഞാൽ അമ്മ അത് 2 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് മക്കളോട് അത് കൊത്തി തിന്നുന്നത് നോക്കിയിട്ട് അമ്മ ഇങ്ങനെ മാറി നിൽക്കും. കുറച്ചും കൂടി ദിവസം കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അമ്മക്കോഴി മുന്നിൽ നടക്കും. കുട്ടികളോട് ആ കൊത്തിയിട്ട് കൊടുക്കുന്ന പരിപാടി അമ്മ ഇങ്ങനെ നിർത്തും. 2 പീസാക്കി ഇട്ട് കൊടുക്കുന്ന വേണമെങ്കിൽ തിന്നോന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ മുന്നിൽ നടക്കും, കുട്ടികൾ ഇങ്ങനെ പുറകെ നടക്കും. പിന്നെ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ അമ്മ തെക്കോട്ട് പോകുമ്പോൾ മക്കളോട് പറയും, നീ ഇങ്ങോട്ട് വരണ്ട, നീ വേറെ വഴിക്ക് പൊക്കോന്ന് പറയും. അങ്ങനെ തന്നെയല്ലേ നമ്മൾ കാണാറ്. എങ്ങാനും വന്നു കഴിഞ്ഞാൽ അമ്മ കൊത്തി ഓടിച്ചു വിടും, നീ വേറെ വഴിക്ക് പോടാന്ന് പറയും. ഇതിൽ നിന്ന് നമുക്ക് കുറെ പാഠങ്ങൾ പഠിക്കാനുണ്ടെന്നാണ്. കാരണം ഈ കോഴിയെ ഈ പാരന്റിങ് ഒക്കെ ആരാ പഠിപ്പിച്ചത്? കോഴിയെ ഈ പാരന്റിങ് ആരും പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ അത് പ്രകൃതി അവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്ക് അമ്മക്കോഴി പിന്നെ മക്കളെ മൈൻഡ് ചെയ്യുക പോലുമില്ല, തീരെ തിരിഞ്ഞു നോക്കില്ല, സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുണ്ടാവും അമ്മ. ഇത് നമ്മളും ചെയ്യണം കേട്ടോ, ഒരു സംശയം വേണ്ട. ഗംഗോത്രി ട്രസ്റ്റ് പ്രസിഡന്റ് NM വിജയഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സരൾ ആനന്ദ്, പ്രിൻസിപ്പൽ PS പ്രഭാകരൻ, വൈസ് പ്രിൻസിപ്പൽ M ബേബി ഷക്കീല, ജെയിംസ്, അധ്യാപിക K ജയശ്രീ, PJ ജാൻവി, K ബീന, കീർത്തന, സുജിത്, ശ്രീനന്ദ എന്നിവർ പ്രസംഗിച്ചു. 20ഓളം കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു.